ഹലോ നമസ്കാരം. രാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഈക്കോ പാർക്കിലോട്ടാണ്. അവിടെ ഒത്തിരി ഗാർഡൻസ് ഉണ്ട്, തീംഡ് ഗാർഡൻസ് ആണ് എല്ലാം തന്നെ. ഇത് ജാപ്പനീസ് ഗാർഡനാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ ഇത്. ശരിക്കും ഞാൻ എല്ലാം തന്നെ വീഡിയോയിൽ ഇവിടെ കാണിക്കുന്നില്ല, ഞാനതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൽ കാണിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള ഭംഗി നമ്മുടെ ഓരോ പാർട്ടിനും, രാമോജിയുടെ ഓരോ ഭാഗത്തിനും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാപ്പനീസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെയൊക്കെ ഒത്തിരി ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് വേറൊരു ഗാർഡനാണ്, അസ്കാരി ഗാർഡൻ എന്ന് പറയും. ഇതും അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ. അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിലൂടെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഞാൻ ആക്ച്വലി ഈ വീഡിയോസ് ഞാനീ പോയിട്ട് ഒരു 2-3 മാസം ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോസിലൂടെ ഞാൻ ആക്ച്വലി ആ ഒരു സ്ഥലത്തിലൂടെ വീണ്ടും ഒരു ട്രാവൽ ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ജാപ്പനീസ് ഗാർഡൻ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അസ്കാരി ഗാർഡനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ് വന്നത്. അവിടെ ബട്ടർഫ്ലൈസിൻ്റെ ഈ ലൈഫ് സൈക്കിളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് കേട്ടോ. ഇതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ശലഭങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ അടുത്തുനിന്ന് കാണാനുള്ളൊരവസരം ഈ ബട്ടർഫ്ലൈ പാർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒരാൾക്ക് വരുമ്പോൾ അയ്യോ എന്താണ് ഇതിലെന്താ ഉള്ളതെന്ന് തോന്നുമെങ്കിലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഇനി ഈ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോയത് ബേർഡ്സ് പാർക്കിലോട്ടാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും ഒക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈം ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളാണ് ഓരോ സ്ഥലവും. അപ്പോൾ ബേർഡ്സ് പാർക്കിലോട്ട് വന്നു, ദ വിങ്സ്. ഓക്കെ, അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഈ ബേർഡ്സിനൊക്കെ ഏറ്റവും അടുത്തുനിന്ന് കാണാനുള്ള അവസരം നമുക്ക് കിട്ടും. നമ്മൾ വരുമ്പോൾ എൻട്രൻസിൽ തന്നെ, അതായത് എത്തിയ ഉടനെ തന്നെ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഒത്തിരി വാട്ടർ ബേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയറായിട്ടുള്ള കുറേ ബേർഡ്സിനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അതിന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമുക്ക് ബേർഡ്സിനെ കാണാനുള്ള ഒരു അവസരമാണ് കേട്ടോ ഇത്. ശരിക്കും എൻജോയ് ചെയ്യും. അപ്പം നമ്മൾ ഒത്തിരി സുവോളജിക്കൽ പാർക്കിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് നമുക്ക് കുറേയും കൂടെ അടുത്ത് നമുക്ക് ഈ ബേർഡ്സിനെ കാണാനുള്ള അവസരമുണ്ട് കേട്ടോ. വളരെ റെയറായിട്ടുള്ള ബേർഡ്സിൻ്റെ ഒക്കെ ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും പ്രകൃതിയിൽ ഉള്ളത്ര ആ ഒരു കോമ്പിനേഷൻസ് ഇപ്പം നമ്മളൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. ശരിക്കും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബേർഡ്സ് പാർക്ക് ഇവിടുത്തെ വേറൊരു ആകർഷണമാണ്. അങ്ങനെ ഓരോ ബേർഡ്സിനെയും ഒക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അടുത്തുനിന്ന് ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാത്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയാകുമ്പോഴേക്കും വീഡിയോസൊക്കെ ഒത്തിരി അങ്ങ് ലെങ്തി ആവുന്നത് കൊണ്ടാണ് എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇതൊക്കെ ശരിക്കും വീഡിയോസിലൂടെ മാത്രമല്ല ഞാൻ ഈ കാണുന്നത് കേട്ടോ. ഞാൻ ഒരിക്കൽ എൻ്റേതായിട്ടുള്ള വീഡിയോയുടെ കണ്ണുകളിലൂടെ അല്ലാതെ തന്നെ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബേർഡ്സ് പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനൊരു വാട്ടർഫാൾ കൂടെ ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യലാണ്. അവിടെയും നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെയും കുറച്ച് ബേർഡ്സിൻ്റെയൊക്കെ വീഡിയോസും അല്ലാതെയും നേരിട്ടും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇനി നമ്മുടെ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് കൃപാലു കേവാണ് കേട്ടോ. ഇത് അനദർ ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബുദ്ധമത ശില്പകലയുടെ ഭംഗിയിൽ അജന്ത എല്ലോറ ഗുഹകളുടെ മാതൃകയിൽ നിർമ്മിച്ചെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ കേവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബുദ്ധ പ്രതിമകളും ധ്യാനഭാവത്തിലുള്ള രൂപങ്ങളും ഒത്തിരി കൊത്തുപണികളും ഒക്കെ ആയിട്ട് ശരിക്കും അതിനുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നല്ലൊരു സോഫ്റ്റ് മ്യൂസിക്കും അതുപോലെ അവിടുത്തെ ആ ഒരു ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ശരിക്കും ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും. ഈ ഒരു ക്രിയേഷനൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ശരിക്കും ആ ഒരു കലാവിരുത് കരവിരുതൊന്നും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്ര ഭംഗിയാണ്. അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആവാം, അല്ലാതെ
നമ്മുടെ കൃപാലു കേവ് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത് പോകുന്നത് വേറൊരു ഗാർഡനിലേക്കാണ്. ഇതൊക്കെ ഓരോ ഗാർഡൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ തോന്നുന്ന സ്ഥലങ്ങളാണ്. ശരിക്കും ഏകദേശം ഒരു ഉച്ച 2 മണിയൊക്കെയാണ് കേട്ടോ ഈ ടൈം. പക്ഷെ എന്നാലും നമുക്കങ്ങനെ ഒത്തിരി അങ്ങ് ക്ഷീണമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ നമ്മളെ അത്രയേറെ സന്തോഷിപ്പിക്കും. ശരിക്കും അത്ര ഭംഗിയാണ് ഓരോ ഭാഗത്തിനും. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒത്തിരി ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ നിങ്ങളൊക്കെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള കഴിക്കലും കുടിക്കലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും അങ്ങനെ ക്ഷീണം അനുഭവപ്പെടാതിരുന്നത്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാതിരുന്നത് നമുക്ക് പല ഷോസും മിസ്സാവും. കാരണം നമ്മളിതൊക്കെ ഈ ഒരു വിത്തിൻ ടൈമിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബോൺസായി ഗാർഡനിലോട്ട് എത്തിയിരിക്കുകയാണ്. ബോൺസായി അറിയാലോ, നമ്മൾ ആ ഒരു ചെടികളെ ആ ഒരു ചെറിയ ആ ഒരു മിനിയേച്ചർ ഫോമിൽ തന്നെ നിലനിർത്തുന്ന ആ ഒരു രീതിയാണ്. എത്രയോ വർഷം പഴക്കമുള്ള ചെടികളൊക്കെയാണ് കേട്ടോ ഇത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഈ ഒരു ടെക്നിക്കിനോട് വലിയൊരു താല്പര്യമില്ല. കാരണം വളരാനുള്ള ചെടികളെ ഇങ്ങനെ എന്താ പറയുക സ്റ്റണ്ടഡ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു രീതിയോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. കാണാനൊക്കെ ഭംഗിയൊക്കെ ആണെങ്കിലും കുറച്ചൊരു അൺസയൻറ്റിഫിക് അല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല എല്ലാവരും കേട്ടോ. ഫൈൻ, നമ്മൾ അടുത്ത ഷോയിലെത്തിയിരിക്കുന്നു. ഇനി ഒക്കെയുള്ളതെല്ലാം മൂവി മാജിക്കാണ് കേട്ടോ. ഈ വോയിസ് കിട്ടും. अनोखे जग में अनोखी धुन में सुनाने वाले मन से जीवा तारों की बारात हम तुम सबको लेके साथ निकली तारों की बारात हम तुम सबको लेके साथ अनोखे जग में अनोखी धुन में अनोखे जग में अनोखी धुन में सुनाने वाला मन। It happened one Friday. The light flickered on the screen of the theater. I wanted to be a magician myself, and so I did. Soon, I wanted to expand my magic world and include all of you into its orbit. That is how Ramoji Film City came into being. Today, you are in the most state-of-the-art film city in the world. So friends, enjoy this movie-making experience. You will find it unforgettable because you will not be passive spectators here. You will participate in this show. Come, share my love. രാമോജി റാവ് ഇദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ഒത്തിരി കോടികൾ മുടക്കി ചെയ്യുന്ന മൂവീസ് വളരെ ചെറിയ ചിലവിൽ തന്നെ ഈ ഒരു ഫിലിം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫിലിം സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. കാരണം ഇതിൻ്റെ എല്ലാ സെറ്റുകളും ഉള്ളിൽ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ഒരുപാട് സെറ്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന ഓരോ സ്റ്റുഡിയോയിലോട്ടാണ്. ഈ ഒരു മൂവി മേക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമുക്ക് അവിടെ ഡെമോൺസ്ട്രേഷൻ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്റ്റുഡിയോയിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് सत्यानाश कर दे मूवी को। स्विंग दीजिए मैडम, बिल्कुल भी टेंशन नहीं है। टेंशन में गाड़ी को भगाना है। एक बार पीछे मुड़ के देखिए। साउंड टेक्नीशियन ने साउंड को इन्वेंट किया था। मिलाओ मूव कनेक्ट। सो नाउ आई विल प्ले हियर समथिंग, यू हैव टू आइडेंटिफाई व्हिच साउंड इट इज। मैं यहाँ पे कुछ प्ले करूंगी, आपको बताना है ये कौन सा आवाज है। इट्स विंड, ये हवा है। एंड व्हाट इज दिस? It's thunder. ये बिजली है. And what is this?
It's raining, ये बारिश है. And the last but not the least, how about this? Exactly, the horse running song. ये घोड़ा भागने का आवाज है. And that is also because normal घोड़ा. चलिए, don't stop at here. Friends, you all know the first movie released with sound is Alam Ara. पहला मूवी आवाज के साथ रिलीज हुआ था आलम आरा. उससे पहले हम लोग देख रहे थे म्यूट मूवीज, यानी कि बिना आवाज के मूवी. आज के बाद अगर कभी भी आपको मूवी में बाइक का आवाज सुना दिया तो समझ लेना चाहिए वो घर में चट्टी बनाने की लिखी है. Now onwards, if you find any bike sound in movie, you have to understand it is a mixed sound. मैडम गाड़ी एक ही स्पीड में जा रहा है, कभी ऑन ऑफ करते रहिए, पूरा बंद करना है. यस, घुमाते रहिए. यस, घुमाते रहिए. डोंट स्टॉप इन रोडवे. दोस्तों किस बात को वेट कर रहे हैं? स्लो डाउन एंड स्टॉप. So thank you so much for coming here. These are the real heroes behind the screen. So അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ആ മൂവി മേക്കിംഗ് ഒക്കെ കണ്ടില്ലേ, എന്ത് രസമാണല്ലേ. ആ A to Z കാര്യങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂവി കൂടെ റിലീസായി. അതൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ളിൽ ഷോപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ വന്നത് അടുത്ത ഷോയിലേക്കാണ്, ഫിലിമി ദുനിയാവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേട്ടോ. ഇനി പോകുന്നത് സ്പേസ് യാത്ര. അത് ഭയങ്കര രസം, ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പേസ് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാഴ്ച വന്നിട്ടുള്ളത്. Welcome, Voyagers. Huh? Oh, there you are. Welcome to your space flight adventure. Scanning for intruders. 1. Ignition. And lift off. On course for the Voyager 2 warp tunnel. Hang on. Space Flight Central. Ooh, check it out. Now that's an interesting planet. Little spaceships from another civilization that are hostile. They're still on our tail. Let's hide in here. Hold on. It might get bumpy. An opening. Let's go. I think we lost them. Whoop! I spoke too soon. Into this tunnel. Tight quarters. Excuse me. Oh, hanging all right. To make an emergency landing. I hope my supervisor's not on the floor. Sorry, Supervisor Amitha. Well, I hope you enjoyed your space voyage. ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ശരീരത്തിൽ വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ, മഴ പെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ രാമോജിയിലെ കാഴ്ചകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഒരുപാട് കാഴ്ചകളുണ്ട്, ഞാൻ ഷെയർ ചെയ്തതും ഷെയർ ചെയ്യാത്തതുമായിട്ടുള്ളത്. അപ്പോൾ ഒരു 10 വർഷം മുന്നേ രാമോജിയിൽ വരുന്ന അനുഭവമായിരിക്കില്ല നമുക്ക് ഇപ്പോൾ വരുന്നത്. ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. ഒത്തിരി പുതിയ മൂവി സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു വിസ്മയം നേരിട്ട് കാണാൻ വേണ്ടി അവിടെ തന്നെ പോകണം കേട്ടോ. അത്ര ഗംഭീരമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സ്റ്റണ്ട് ഷോ കൂടെ ഉണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. പിന്നെ ഇവിടെ ഒരു ക്ലോസിങ് സെറിമണി ഉണ്ട്, അത് കാണാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഇനിയിപ്പം ബിർള മന്ദിറിലൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.